താലൂക്ക് ആശുപത്രിക്കുള്ളിൽ നിന്നും പാമ്പിനെ പിടികൂടി. ആശുപത്രി കാഷ്വാലിറ്റിയിലാണ് അണലിയെ കണ്ടെത്തിയത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പാമ്പിനെ കിട്ടിയിരിക്കുന്നു. വിതുരയിൽ ഈ ആശുപത്രിക്ക് ചുറ്റും കാടുപിടിച്ച് കിടക്കുകയാണോ? ആശുപത്രി കാഷ്വാലിറ്റിയിലാണ് പാമ്പിനെ കണ്ടെത്തിയതെന്നുള്ളതാണ്. ഏതായാലും അണലിയെ പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രോഗികളുള്ള സമയത്താണോ ഈ പാമ്പ് വന്നത് കൂടി പരിശോധിക്കുന്നത്? ഗോകുൽനാഥ്, ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്നാണ് അണലിയെ പിടികൂടിയത്. എന്താണ് അറിയാനാകുന്നത്? ഇത് എങ്ങനെയാണ് പാമ്പ് അകത്തെത്തിയത്? താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി കൗണ്ടറിനുള്ളിലാണ് ഇന്നിപ്പോൾ നിലവിൽ രാവിലെയോടെ ജീവനക്കാർ പാമ്പിനെ കാണുന്നത്. അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പിന്റെ കുഞ്ഞിനെയാണ് കണ്ടെത്തുകയും തുടർന്ന് ജീവനക്കാർ ഇതിനെ പിടികൂടാനും തല്ലിക്കൊല്ലാനും ഒക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോൾ സ്റ്റെപ്പിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് ചെറിയൊരു ഹോളിലൂടെ പാമ്പ് ഉള്ളിലേക്ക് പോവുകയും പ്രവേശിക്കുകയുമായിരുന്നു. തുടർന്ന് പഞ്ഞി വെച്ച് ജീവനക്കാർ തന്നെ ഈ ഹോള് അടയ്ക്കുകയും തുടർന്ന് പരുത്തിപ്പള്ളി വനം റേഞ്ചിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പരുത്തിപ്പള്ളി റേഞ്ചിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഒരു അണലി പ്രസവിക്കുമ്പോൾ ഏകദേശം 40ഓളം കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് വീണ്ടും പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പരുത്തിപ്പള്ളി വനം റേഞ്ച് അറിയിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഭാഗമായി ഈ പ്രദേശവും അതേപോലെ തന്നെ കാഷ്വാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഈ പ്രദേശത്ത് ഇനിയും പാമ്പുകൾ ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഏതായാലും പ്രദേശത്ത് കനത്ത സുരക്ഷയും ഒക്കെ ഉള്ള മേഖല കൂടിയാണ്. കാരണം AC ഒക്കെ ഉള്ളതിനാൽ തന്നെ അത്തരത്തിൽ ഹോളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീട് എങ്ങനെയാണ് ഈ പാമ്പ് ഉള്ളിൽ കയറിയെന്നുള്ള കാര്യത്തിൽ ആശുപത്രി ജീവനക്കാർക്കും വലിയ ധാരണകളില്ല. പക്ഷേ എന്തായാലും ഈ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പാമ്പ് ഇത്തരത്തിൽ കയറിയതാകാമെന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പ് അറിയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നിലവിൽ ഈ പാമ്പിനെ പിടികൂടി കൊണ്ടുപോയിട്ടുണ്ട്. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.